നല്ല പടമാണ്. ഇഷ്ടപ്പെട്ടത് ക്രൈം ത്രില്ലറാണ്. ഒരു ക്രൈമായിട്ടാണ്. മൂന്ന് ക്രൈം നടക്കുന്നു, അതിനെപ്പറ്റിയുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ്. കൊച്ചിയിൽ നടക്കുന്ന സംഭവം പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സംവിധായകൻ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനൊക്കെ എടുത്ത ഒരാളാണ്. അതിനെപ്പറ്റി നല്ല സംവിധാനമാണ്. ഡയറക്ഷൻ വളരെ മനോഹരമായിട്ട്. കോട്ടയം കുഞ്ഞച്ചനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് പടം? അതും ഒരു നാട്ടുപുറത്ത് നടക്കുന്ന കഥയാണ്. ഇത് കൊച്ചി സിറ്റിയിൽ നടക്കുന്ന ഒരു കഥയാണ്. നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ട് പടത്തിൽ. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലറാണ്. അതിനെപ്പറ്റിയ കേസും അന്വേഷണങ്ങളും ഈ ഭാവിയിൽ നടക്കാൻ പോകുന്ന കഥകളൊക്കെ ആയിരിക്കും. റായലക്ഷ്മി കുറെ നാൾക്ക് ശേഷം മലയാളത്തിൽ റായലക്ഷ്മി മേഡത്തിനെ പറയാൻ പറ്റില്ല. വളരെ അതിമനോഹരമാണ്. ഒരു അമ്മ വേഷമൊക്കെ ചെയ്തിട്ട് പോലീസ് വേഷം ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല മനോഹരമായിട്ട്. സിനിമ കണ്ടോ? നിങ്ങൾ സിനിമ കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? അങ്ങോട്ടല്ലേ ഞങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കിട്ടാൻ വേണ്ടി നമ്മുടെ വാളിൽ പേസ്റ്റ് ചെയ്തിരിക്കുക. സിനിമ ഞങ്ങളിപ്പോ കണ്ട എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ വി ആർ സോ ഹാപ്പി. എന്താ പറയാ അല്ലേ, വി ആർ എ ക്രൂ. ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഐ മീൻ ഹി ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. എവ്രിവൺ, ഗൗരി, പപ്പൻ, എവ്രിവൺ, റിയാസ് ഖാൻജി അടിച്ചു കയറി വാ. എവ്രിവൺ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. വി ഹാപ്പി. ഇത്രേ ഉള്ളൂ. നാല് ഫൈറ്റ് മാസ്റ്റേഴ്സിനെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. സമയമെടുത്ത് എനിക്ക് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഇറ്റ് വാസ് 6 days പ്ലാൻ ചെയ്ത് 8 or 9 days ഒക്കെ ഷൂട്ട് ചെയ്തത്. ബിക്കോസ് അത്രയും പെർഫെക്ഷൻ കിട്ടണം, എന്നാലേ സ്റ്റോറിക്ക് ഒരു ജസ്റ്റിസ് ചെയ്യത്തുള്ളൂ. സോ ക്ലൈമാക്സ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, ഫൈറ്റ്സ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് RR എവറിത്തിങ് ഇസ് ഗുഡ്. ക്യാമറ എവറിത്തിങ് ഇസ് ഗുഡ്. ഐ വാസ് വെരി ഹാപ്പി. അതെനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് സുരേഷ് ബാബു സാറിൻ്റെ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം. ബിക്കോസ് അച്ഛനായിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. 45 years ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ലെജൻഡറി ഡയറക്ടറാണ്. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ബാക്കിയെല്ലാം ഇനി പ്രേക്ഷകർ പറയട്ടെ, ഓഡിയൻസ് കണ്ടിട്ട്. പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇൻ ആൻഡ് ഔട്ട് സസ്പെൻസ് ക്രൈം ത്രില്ലർ, എഡ്ജ് ഓഫ് ദ സീറ്റാണ്. നമുക്ക് തുടക്കം തൊട്ട് യു കീപ് ഗെസ്സിങ് ആരാ എന്താണെന്നുള്ളത് നിങ്ങൾ ഗെസ് ചെയ്തിട്ടുണ്ട്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ എക്സ്പീരിയൻസ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു. മിക്കവർ ഇവിടെ ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷം. പിന്നെ അഷ്കർ കരയുമായിരുന്നു ലൈക്ക് ടുവേർഡ്സ് ദി എൻഡ്. ബിക്കോസ് കുറേ വർഷത്തെ എഫേർട്ടാണ് അഷ്കറിൻ്റെ ഈ പ്രോജക്റ്റ്, ഒരു 4-5 വർഷത്തെ. ആ എഫേർട്ടിൻ്റെ ഐ തിങ്ക് റിസൾട്ട് നല്ലതായിട്ട് വന്നിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ എനിക്ക് സന്തോഷം. ലൈക്ക് ഞങ്ങൾ അതിൻ്റെ അഭിനയിച്ചിരിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കുമ്പം വി ഫീൽ ഓവർവെൽംഡ്. ഓക്കെ, എന്താ ബാക്കി ഇവിടെ ഇരുന്ന് കരഞ്ഞോ? ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം വരുന്നൊരു വലിയൊരു പടമാണ്, നല്ലൊരു പടമാണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫർട്ടും കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇതിലിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് ഡയറക്ടർ TS സുരേഷ് ബാബു സാർ ഈ പടം ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ആ കോട്ടക്കുഞ്ഞച്ചൻ അതൊക്കെ വേറെ പാറ്റേണിൽ ചെയ്തേക്കാണ്. അദ്ദേഹം ആ പാറ്റേൺ വിട്ടിട്ട് വേറൊരു ക്രൈം ത്രില്ലർ സംഭവമാണ് ഈ പടം DNA ചെയ്തിരിക്കുന്നത്. ഇല്ല, നിങ്ങൾ പടം കാണുമ്പോൾ അറിയാം കോട്ടക്കുഞ്ഞച്ചനാണോ അല്ലയോ എന്താണ് മാറ്റം വരും, മാറ്റങ്ങൾ വരും. അടുത്ത പടം വേറെ IPS എന്ന് പറയുന്ന പടം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നു TS സുരേഷ് ബാബു സാറ്. ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. KV അബ്ദുൽനാസർ സാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെൻസി പ്രൊഡക്ഷൻസ്. കഴിഞ്ഞില്ലേ? തീർച്ചയായും നല്ല പോയി പടം കാണുക.
ഡിസ്കഷനിലിരിക്കുന്നത്. ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ രക്ഷപ്പെടും. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുള്ള ഒരു സിനിമയാണ്. നല്ല ചേരുവകളുണ്ട്, സസ്പെൻസുണ്ട്, ഡ്രാമയുണ്ട്, ആക്ഷനുണ്ട്, നല്ല പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റിംഗ്, ഷോട്ടുകൾ, പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ്, അഷ്കറും അന്നയും അതുപോലെ ലക്ഷ്മി റായും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിനൊപ്പമുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിനൊപ്പമുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം പുള്ളി എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടറാണ്. ഒരിക്കലും അത് പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല ടെക്നിക്കുകളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് കുറിച്ചുള്ള ഒരു ആക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തെ നായകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അസ്കർ വളരെ നന്നായിട്ടുണ്ട്. വെരി പ്രോമിസിങ്. ഐ തിങ്ക് ഹി വിൽ ഡു എ ലോട്ട് ഓഫ് മൂവീസ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അസ്കറിന് പിന്നെ ജീൻസിലുണ്ടല്ലോ നമുക്കാണ് സംഭവങ്ങളുണ്ടല്ലോ. അത് ഇതാണ് ഗുഡ് ഷോ, വെരി ഗുഡ് ഷോ. അതിനെ പിന്നെ ഞാൻ നല്ല അഭിപ്രായമല്ലേ പറയുള്ളൂ. പ്രേക്ഷകനായ നിങ്ങൾ കണ്ടു തീരുമാനിക്കുക. നിങ്ങൾ കേട്ട അഭിപ്രായം നല്ലതല്ലേ? അല്ലേ? നല്ല മൂവിയാണെന്നാണ് അഭിപ്രായം. എല്ലാവരും കാണുക. ഗംഭീര വിജയമാക്കി മാറ്റുക. സസ്പെൻസ് കീപ്പപ്പ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്. നല്ല ഉഗ്രൻ ഷോട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല എഡിറ്റിംഗ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് പടം വന്നിരിക്കുന്നത്. ആൾക്കാർ നല്ല പ്രതികരണമായിരുന്നു. ഒരുപാട് കയ്യടികളും അതുപോലെ തന്നെ പടം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കയ്യടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അത് നല്ലൊരു സൈനാണ്. കാരണം ജനങ്ങൾ കൈയടിക്കുക, നല്ല ജനങ്ങളുടെ ഒരു റെസ്പോൺസാണല്ലോ നമ്മുടെ പടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു അവരിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടം നന്നാവും. നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല റെസ്പോൺസായിരുന്നു പടം. പിന്നെ സുരേഷ് ബാബു സാറുമായിട്ട് ഞാൻ ആദ്യം കുറച്ച് നാൾ ശേഷമാണ് ഒരു പടം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പടം പ്രൊജക്റ്റ് വന്നു. അപ്പോൾ ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ചെയ്യാം. പിന്നെ പുതിയ കുറേ പ്രോജക്റ്റുകൾ ഞാനും സുരേഷ് ബാബുമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഞാൻ പോലീസ് വേഷം വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. നന്നായിരുന്നു. ബ്ലാക്കിൽ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ 2-3 സിനിമകൾ പോലീസ് വേഷം ചെയ്തിട്ടുള്ളൂ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.